നമസ്കാരം. ഒടുവിൽ ട്രംപ് തോൽവി സമ്മതിക്കുകയാണ്. ലോക പോലീസ് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ, ഇസ്രയേലിന്റെ നാടകത്തിലെ അഭിനയത്തിന് മുന്നിലൊക്കെ ഒടുവിൽ തോൽവി സമ്മതിക്കേണ്ട ഗതികേടിലാണ് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. തോറ്റു എന്ന് സമ്മതിക്കാനും വയ്യ, എന്നാൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ത്രാണിയും നിലവിൽ അമേരിക്കയ്ക്കില്ല എന്നതാണ് വാസ്തവം. ഇറാൻ ഇസ്രയേൽ US യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുണ്ടായ സംഘർഷം ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തികത്തെയും ശക്തമായി ബാധിച്ചു കഴിഞ്ഞു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്ന ഈ കടലിടുക്ക് അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് 48 മണിക്കൂർ അവസാന അവസരം നൽകി. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതേ ട്രംപ് തന്റെ നിലപാട് മാറ്റി. സൈനികാക്രമണം നീട്ടിവെച്ച് സംവാദം പുരോഗമിക്കുന്നു എന്ന നിലപാടിലേക്ക് കൂടുമാറി. ഈ സംഭവ വികാസം രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ട്രംപ് ഇറാനെതിരെ നിലപാട് നിലനിർത്താൻ പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിന് ശക്തമായ അടിത്തറയാണ് നൽകുന്നത്. ഒടുവിൽ പശ്ചിമേഷ്യയിലുടനീളം രക്തം ചിന്തിയും ലോകത്തെ ആകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് വലിച്ചിട്ടും 24 ദിവസമായി തുടരുന്ന ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക ആശ്വാസമാവുകയാണ്. സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ ദ്വിദിന ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതി ഉണ്ടായി എന്നാണ് US അവകാശപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ട്രംപിന്റെ സമീപനം ശക്തമായ സൈനിക ഭീഷണിയായിരുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാത്ത പക്ഷം അതിന്റെ വൈദ്യുതിയും എണ്ണാടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകി. ഇതിന് മറുപടിയായി ഇറാൻ അതിലും കടുത്ത നിലപാട് സ്വീകരിച്ചു. അമേരിക്കൻ ആക്രമണം നടന്നാൽ കടലെടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താൽപര്യങ്ങൾ ലക്ഷ്യമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ഭയം ശക്തമായി ഉയർന്നു. എന്നാൽ വെറും ഒരു ദിവസത്തിനകം തന്നെ ട്രംപ് തന്റെ അൾട്ടിമേറ്റം പിൻവലിക്കുകയും 5 ദിവസത്തെ സമയം കൂടി നൽകുകയും ചെയ്തു. സൈനികാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതും ഈ മാറ്റത്തിന്റെ ഭാഗമായി. ഈ നീക്കം രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു. കാരണം ഇതൊരു ശക്തനായ നേതാവിന്റെ സ്ഥിരതയില്ലായ്മയെ പ്രകടമാക്കുകയാണ്. ആദ്യം കർശനമായ ഭീഷണി ഉയർത്തി, പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്നത് എതിരാളിയായ ഇറാനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രേരിപ്പിച്ചത്. ട്രംപിന്റെ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണം ഇറാന്റെ കഠിനമായ പ്രതിരോധ നയമാണ്. അമേരിക്കയുടെ സൈനിക ശക്തിയെ നേരിടുമ്പോഴും ഇറാൻ പിന്മാറാൻ തയ്യാറായില്ല. മറിച്ച് കടലെടുക്ക് അടച്ച നിലയിൽ തന്നെ നിലനിർത്തി. ആഗോള വിപണിയിൽ സമ്മർദ്ദം സൃഷ്ടിച്ചു. എണ്ണവില ഉയർന്നതും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അനിശ്ചിതത്വം വർദ്ധിച്ചതും അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി. അതായത് ഇറാൻ നേരിട്ടുള്ള യുദ്ധമല്ലാതെ സാമ്പത്തിക സമ്മർദ്ദം ഉപയോഗിച്ച് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി. രണ്ടാമത്തെ പ്രധാന കാരണം അന്താരാഷ്ട്ര പിന്തുണയുടെ അഭാവമാണ്. ട്രംപ് ഹോർമൂസ് പ്രശ്നത്തിൽ ഒരു അന്താരാഷ്ട്ര സൈനിക കൂട്ടായ്മ രൂപീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും നേരിട്ടുള്ള സൈനിക ഇടപെടലിൽ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത് ട്രംപിന്റെ നിലപാട് ദുർബലമാക്കി. ഒരു ബഹുരാഷ്ട്ര പിന്തുണ ഇല്ലാതെ ഇറാനെ നേരിടുന്നത് അപകടകരമാണ് എന്ന് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ പോലും ആശങ്കയുണ്ടായി. മൂന്നാമത്തെ ഘടകം യുദ്ധത്തിന്റെ അനിശ്ചിതത്വമാണ്. ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾ ചില സൈനിക നേട്ടങ്ങൾ നേടിയെടുത്തുവെങ്കിലും കടലിടുക്ക് തുറക്കുന്നതിൽ യാതൊരു ഉറപ്പും ലഭിച്ചില്ല. അതായത് സൈനിക നടപടി മാത്രം ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി. കൂടുതൽ ആക്രമണം നടന്നാൽ ഇറാൻ കടലിടുക്ക് പൂർണ്ണമായും മൈനുകൾ സ്ഥാപിച്ച് അടയ്ക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇത് ആഗോള വ്യാപാരത്തെ തകർത്ത് തരിപ്പണമാക്കും. നാലാമതായി ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. യുദ്ധം നീണ്ടുപോകുമ്പോൾ അമേരിക്കയിൽ തന്നെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം വർദ്ധിച്ചു. എണ്ണവില ഉയരുന്നത്, ഓഹരി വിപണിയിലെ അനിശ്ചിതത്വം, കൂടാതെ സൈനിക നഷ്ടങ്ങൾ എല്ലാം ട്രംപിനെ സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചു. ഇതിനു പുറമെ സംവാദം പുരോഗമിക്കുന്നു എന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളിക്കളഞ്ഞത് കൂടി അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ബാധിച്ചു. യഥാർത്ഥത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന ഇറാന്റെ നിലപാട് ട്രംപ് ഒരു നയതന്ത്ര വിജയം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നൽ ആഗോളതലത്തിലുണ്ടായി. ഇതിലൂടെ അദ്ദേഹം ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ വിമർശനങ്ങൾക്ക് വിധേയനായി. ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഹോർമൂസ് പ്രതിസന്ധിയിൽ ട്രംപിന്റെ നിലപാട് തന്ത്രപരമായ ഒരു പിന്മാറ്റമായി കാണാമെങ്കിലും രാഷ്ട്രീയപരമായി അതൊരു പരാജയമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ശക്തമായ അൾട്ടിമേറ്റം നൽകി തുടക്കം കുറിച്ച് പിന്നീട് അത് നടപ്പാക്കാൻ കഴിയാതെ പിൻവാങ്ങിയത് അമേരിക്കയുടെ ശക്തിയെക്കുറിച്ചുള്ള ധാരണയിലും ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി നിരാലംബരാക്കി ആരുടെയൊക്കെയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കെട്ടിപ്പടുത്ത യുദ്ധവും ഒടുവിൽ അവസാനിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കാം.